ഹായ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരുപാട് ദിവസമായിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന, യൂട്യൂബേഴ്സ് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു യൂട്യൂബിലും കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക എന്നുള്ളത്. കൊളാബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കേട്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് വേറൊരു ഇൻസ്റ്റാഗ്രാം യൂസറെ നമുക്ക് നമ്മുടെ പോസ്റ്റിൽ കൊളാബ് ചെയ്യും, അങ്ങനെ നമുക്ക് റീച്ച് കൂട്ടാൻ പറ്റും. ഇതേ കൊളാബറേഷൻ യൂട്യൂബിലും വരികയാണ്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ക്രിയേറ്റേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. അതായത് 5 ക്രിയേറ്റേഴ്സ് വരെ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 ക്രിയേറ്റേഴ്സിനെ വരെ നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മൾ വീഡിയോ എത്തുകയാണ്. അവരെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരിലേക്കൊക്കെ നമ്മൾ വീഡിയോ എത്തും. നോക്കൂ, വളരെയധികം ഈ ഒരു അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം, ഒരു അപ്ഡേറ്റ്, ക്രിയേറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള അപ്ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നമുക്ക് പറയാം ഈ ഒരു കൊളാബറേറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ, ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ അപകടം എന്താണ്, ഇതിന് നമുക്ക് കൊളാബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവരിലേക്ക് ഷെയർ ചെയ്യുമോ, ഇതിന് റവന്യൂ, ഇതിൽ കിട്ടുന്ന വാച്ച് ടൈം ഇതൊക്കെ മറ്റുള്ളവർ കാണുമോ, അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, എല്ലാ കാര്യങ്ങളും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് സംശയം ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, കാരണം യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫീച്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, കൊളാബറേറ്റ് ചെയ്യുന്നത് എന്തിന്, നമുക്കതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അത് ഗുണമാണ് എന്നുള്ളത്. യൂട്യൂബിലും അത് ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അത് ഗുണം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 പേരെ, ഒരു ക്രിയേറ്ററെ മാത്രമല്ല, മാക്സിമം 5 ക്രിയേറ്റേഴ്സിനെ നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോ റീച്ച് ആകാനും പരസ്പരം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള രീതിയിലൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ഇത് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 5 പേരെ വരെ കൊളാബ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ കൊളാബ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമുക്ക് 5 പേരെയൊക്കെ വരെ മാക്സിമം നമുക്ക് കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ പേരും, ഇപ്പം നമ്മുടെ ഒരാൾ കൊളാബ് ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ പേര് അത് വരും. നമ്മൾ വേറൊരാളുടെ കൊളാബ് ചെയ്യുകയാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ഒക്കെ പേരും അവിടെ കാണിക്കും, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണും അവിടെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി അവിടെ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് ക്ലിയറായി. പിന്നെ വീഡിയോ ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ 5 പേരെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 പേരുടെയും ഓഡിയൻസിലേക്ക്, സബ്സ്ക്രൈബേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീഡിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതാണ്, കൂടാതെ റെക്കമെൻഡേഷനിലൂടെയും എത്തുന്നതാണ് എന്ന് യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കി കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തും, സബ്സ്ക്രൈബ് കൂടും, വ്യൂ കൂടും, വാച്ച് ടൈം കൂടും, എല്ലാം നമുക്ക് മനസ്സിലാവും, ചാനൽ പെട്ടെന്ന് റീച്ച് ആകും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെ ഇത് നമുക്ക് കൊളാബ് ചെയ്യാം? അതുമാത്രമല്ല, ഇത് കൊളാബ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. കാരണം യൂട്യൂബേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട ടിപ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് നൽകുന്നത്. അപ്പോൾ നിങ്ങളൊരു ന്യൂ യൂട്യൂബറാണ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കൂ.
ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ സംശയമാണ് ഏതൊക്കെ വീഡിയോസ് കൊളാബ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഷോർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. രണ്ടും കൊളാബ് ചെയ്യാമെന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. നോർമലി ലൈവ് ചെയ്യുന്നത് നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ നമ്മൾ നോർമലി ചെയ്യുന്ന ഷോർട്സ് വീഡിയോയും ലോങ് വീഡിയോയും നമുക്ക് 5 ക്രിയേറ്റേഴ്സ് വരെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സംശയമാണ്, കുറേ നേരമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണിത് ചെയ്യാൻ കഴിയുക? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണിത് ചെയ്യാൻ കഴിയുക? അത് നമുക്ക് നോക്കാം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഡെസ്ക്ടോപ്പിലായാലും മൊബൈലിലായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന് ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അതിന് താഴെ നമ്മൾ ഓഡിയൻസ് അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഷോ മോർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കാണാം, കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാനലുമായിട്ടാണ് കൊളാബ് ചെയ്യേണ്ടത് ആ ഒരു ചാനൽ അവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ചാനൽ അവിടെ വരുന്നതാണ്. ആ ഒരു ചാനലിൻ്റെ നെയിം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ചാനൽ അവിടെ വരും. അപ്പോൾ നമുക്കവിടെ അവരെ ആഡ് ചെയ്യാം. നമുക്ക് ഏത് ചാനലാണോ വേണ്ടത് ആ ഒരു ചാനൽ അവിടെ സെർച്ചിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അതായത് നമ്മളിത് ചാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ചോദിക്കും, എലോ അനലിറ്റിക്സ് വ്യൂ എന്നുള്ളത്. അതായത് അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു ചാനലിൻ്റെ മീൻസ് നമ്മൾ ഏത് വീഡിയോ ആണോ കൊളാബ് ചെയ്യുന്നത് അതിൻ്റെ അനലിറ്റിക്സ് കാണണോ, അതിൻ്റെ ഒരു കൺസെൻറ്റ്, ഒരു ആക്സസ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ആക്സസ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ അനലിറ്റിക്സ് നമ്മൾ ഗ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് സ്വാഭാവികമായിട്ടും റീച്ച് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോക്ക് അത്യാവശ്യം നല്ല റവന്യൂ വരുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ അത് ഇവരൊക്കെ കാണുമോ? കാരണം 5 പേരെ വരെ നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ വീഡിയോക്ക് നല്ല വ്യൂസ് വരുമ്പോൾ അതിനനുസരിച്ച് റവന്യൂ കയറും. അത് ഇവർ കാണുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംശയം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ഒരു ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് ചാനലിൻ്റെ അനലിറ്റിക്സ് കാണാം. അതായത് ഈ വ്യൂസിന് നമ്മുടെ പെർഫോമൻസ് കാണാൻ പറ്റും. പക്ഷേ നമ്മളത് ടിക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും റവന്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഈ കൊളാബറേറ്റ് ചെയ്ത മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ടിക്കറ്റ് കൊടുത്താലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, റവന്യൂവിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ക്ലിയറായി. ശേഷം നമ്മൾ ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഈ ഒരു ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് അവിടെ കിട്ടും. അത് നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്ക് ആരൊക്കെ കൊളാബറേറ്റ് ചെയ്യണം അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളെ വീഡിയോ ഫുള്ള് അപ്ലോഡ് ആയ ശേഷമേ ആ ഒരു ലിങ്ക് വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെപ്പിലാണ്. അപ്പോൾ നമുക്ക് അത് അപ്ലോഡ് എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ആ ഒരു ലിങ്ക് അവിടെ ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോക്ക് 5 പേരെ വരെ കൊളാബറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ഒരു കൊളാബറേറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അവരുമായിട്ട് കൊളാബറേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അവരവിടെ അക്സെപ്റ്റ് കൊടുക്കണം. അങ്ങനെ അവരവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തു, അത് ആരൊക്കെ പെൻഡിങ്ങിലുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ നമുക്ക് 3 ഡോട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ലിങ്ക് നമുക്ക് റീഷെയർ ചെയ്യാൻ പറ്റും. വീണ്ടും അവരിലേക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല അനലിറ്റിക്സിൻ്റെ നമ്മൾ നേരത്തെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് വീണ്ടും മാനേജ് ചെയ്യാം. നമുക്ക് ആ ഒരു ആക്സസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൊടുക്കാം, അതൊക്കെ ചെയ്യാം. മാത്രമല്ല നമുക്ക് ഈ ഒരു കൊളാബറേറ്റർ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനും കഴിയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു, ലിങ്ക് ഷെയർ ചെയ്തു. അങ്ങനെ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് അപ്ലോഡായി. അതുപോലെ ഈ ലിങ്ക് ഷെയർ ചെയ്തു, നമ്മൾ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് അവരവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻവിറ്റേഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആരൊക്കെ കൊളാബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചാനലിൻ്റെ നെയിമും തൊട്ടടുത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും വരുന്നതാണ്. അപ്പോൾ 5 പേരും കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പേരുടെയും ചാനലിൻ്റെ നെയിം അവിടെ വരും, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അപ്പോൾ ഈ 5 പേർക്കും അത് മെറിറ്റാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വ്യൂസ് കിട്ടാനും
അവർക്ക് വ്യൂസ് കിട്ടും. കാരണം ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്സ്ക്രൈബ് കൂടും, അത് സ്വാഭാവികമായിട്ടും വ്യൂസും കൂടും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല, ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കും യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് വളരെ അധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണെന്ന്. യെസ്, ഇപ്പോൾ നമ്മുടെ വീഡിയോ കൊളാബ് ആയിട്ടുണ്ടായിരിക്കും. ആരൊക്കെയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തു, അവരുടെയൊക്കെ ഓഡിയൻസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീഡിലേക്കൊക്കെ നമ്മൾ വീഡിയോ പോകുന്നു, കൂടുതൽ റീച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എനേബിൾ ആക്കി. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ നമ്മൾ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോരോ ഫീച്ചേഴ്സുകൾ. അതിൽ നമുക്ക് ഈ ഒരു അവിടെ കൊണ്ടുപോയിട്ട് എനേബിൾ ആക്കാൻ പറ്റും. അതെങ്ങനെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ചാനലിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഓൺ ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്ത ശേഷം ഹോം ടാബ് എന്ന് കാണാം നിങ്ങൾക്ക്. ഈ ഒരു ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് സെക്ഷൻ എന്നുള്ളത് കാണാം. ഈ ഒരു ആഡ് സെക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊളാബറേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലേക്ക് ഈ ഒരു സെക്ഷന് ആഡ് ആകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എത്ര പേരും 5 പേരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്താലും നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് 5 പേരെ കൊണ്ടുവന്നു, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിൽ വന്നു കഴിഞ്ഞാലും ഫുൾ കൺട്രോൾ നമുക്ക്, അതായത് അത് എഡിറ്റ് ചെയ്യാനും മാറ്റം വരുത്താനൊക്കെ ഉള്ള കൺട്രോൾ നമുക്ക് തന്നെയാണ്. മാത്രമല്ല ആ ഒരു വീഡിയോൻ്റെ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് എത്ര റവന്യൂ വന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ആ ഒരു കണ്ടൻറ്റിൻ്റെ ഓണർ നമ്മളല്ല, നമുക്കാണ് അതിൻ്റെ ഫുൾ ഓണർഷിപ്പ്. എത്ര റവന്യൂ അതിൽ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു വീഡിയോ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ, ക്യാഷ് വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സ്പോൺസർഷിപ്പ് വീഡിയോ ആണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഭാഗം നിർബന്ധമായും ടിക്കിട്ടിട്ടുണ്ടായിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു 5 കൊളാബറേറ്ററുമായിട്ടാണ് നമ്മൾ ഇത് കൊളാബ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂസ് വന്നു. അപ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന ഒരു വ്യൂസിനേക്കാൾ ഇരട്ടിയിലധികം വ്യൂസ് വന്നത് മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ റവന്യൂ അവരിലേക്ക് സ്പ്ലിറ്റ് പോകണ്ടേ, കാരണം അവരുടെ ഓഡിയൻസ് ആണല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടിയതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റവന്യൂ കുറച്ച് അവരിലേക്ക് പോകേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സംശയം വേണ്ട. നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ മുഴുവൻ റവന്യൂ നമുക്ക് മാത്രമുള്ളതാണ്. അതിൻ്റെ ഓണർ ആരാണോ അവർക്ക് മാത്രമാണ് അത് സ്പ്ലിറ്റ് ആകുന്നതല്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്കിതിൽ സംശയങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. കാരണം ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്, ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നമ്മളിത് റിയൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് തന്നെ നെക്സ്റ്റ് കാണിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷൻസ് എല്ലാവരിലേക്കും ഉടനെ എത്തുന്നതാണ്. മാത്രമല്ല ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇത് ക്ലാരിറ്റി വരുത്താത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.